വൈദിക സാഹിത്യം അഥവാ വേദസാഹിത്യം എഴുതിയത് ആരാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇത് ഓരോ മഹർഷിമാരുടെ ദർശനങ്ങളാണ്, കാഴ്ചപ്പാടുകളാണ്. അത് അവർ ശിഷ്യപരമ്പരകൾക്ക് ഉപദേശിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നീട് ആരാണ് ഇത് ഇങ്ങനെ എഴുതിയുണ്ടാക്കിയത് എന്ന് പറയാൻ നമുക്ക് നിവൃത്തിയില്ല. ശ്രുതികൾ അഥവാ വേദങ്ങളെ അനുസരിച്ചാണ് സ്മൃതികൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സ്മൃതികൾ വേദത്തിൽ പറയുന്ന ആശയങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട്, അതിനെ മനസ്സിൽ കണ്ടുകൊണ്ട് അതിനനുസൃതമായിട്ടാണ് ജീവിത രീതികളെ നിർണയിക്കുന്നതിനായി സ്മൃതികൾ രചിച്ചിട്ടുള്ളത്. അപ്പോൾ സ്മൃതികൾ അങ്ങനെ പറഞ്ഞിട്ടുള്ളതിൽ ഒരാൾ മനുവാണ്. മനുവിൻ്റെയാണ് വളരെ പ്രബലമായിട്ട് കോട്ട് ചെയ്യപ്പെടുന്നത്. മനു എന്ന് പറയുന്ന മനു പ്രജാപതി എന്നാണ്. മനു പ്രജാപതിയുടെ നിയമങ്ങളാണ് ഇന്ന് നമുക്ക് സ്മൃതി രൂപത്തിൽ, മനുസ്മൃതിയുടെ രൂപത്തിൽ കിട്ടുന്നത്. മനു അത് പല പല ശിഷ്യന്മാരെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ശിഷ്യന്മാരിൽ ഭൃഗു എന്ന ശിഷ്യനാണ് ഇത് സമാഹരിച്ച് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് കാണുന്ന മനുസ്മൃതിയുടെ ആദ്യ രൂപം ഭൃഗു ശേഖരിച്ചിട്ടുള്ളത്, അതിൻ്റെ കമ്പൈലർ ഭൃഗുവാണ്. അപ്പോൾ മനുസ്മൃതി ഭൃഗു സംഹിത എന്നാണ് ഇതിനെ പറയുന്നത്. പിന്നീട് അതിൽ പലരും പല പല ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്. അത് സമൂഹം അറിഞ്ഞുകൊണ്ടും അറിയാതെയും വരുത്തിയിട്ടുണ്ട് എന്ന് വേണം വിചാരിക്കാനായിട്ട്. ചില ആളുകൾ, ചില ഭരണാധികാരികൾ അവരുടെ താത്പര്യങ്ങൾക്ക് അനുസൃതങ്ങളായി ചില ഭേദഗതികൾ ഇവയിൽ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് പരിശോധിക്കണമെങ്കിൽ നമുക്ക് ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ശ്രുതികളിൽ പറയുന്ന ധാർമ്മികതയ്ക്ക് അനുസൃതമായാണോ ഇവയെല്ലാം എന്ന് നോക്കുക. നമ്മളിപ്പോൾ ഭരണഘടനയ്ക്ക് അനുസൃതമല്ലാത്ത ഒരു നിയമം നമ്മുടെ നിയമസഭകളോ പാർലമെൻറ്റ് തന്നെയോ ഉണ്ടാക്കിയാൽ അത് ഭരണഘടനയ്ക്ക് അനുസൃതമല്ല, ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് എന്ന് ആരെങ്കിലും നമ്മുടെ സുപ്രീം കോടതിയിൽ തെളിയിച്ചാൽ ആ നിയമം അതിനാൽ തന്നെ നിർവീര്യമാക്കപ്പെടും. കാരണം സുപ്രീം കോടതിയാണ് അതിൻ്റെ അതോറിറ്റി, കസ്റ്റോഡിയൻ. അപ്പോൾ അതുകൊണ്ട് അവിടെ അത് തെളിയിക്കുകയാണ്, ഇത് ഭരണഘടനയുടെ ഇന്ന വകുപ്പിന് എതിരാണ് എന്ന് വന്നാൽ ഉടനെ അത് നള്ളിഫൈ ചെയ്യപ്പെടും. അതുകൊണ്ടാണ് പല നിയമങ്ങൾക്കും ഭരണഘടനാ ഭേദഗതി തന്നെ വേണ്ടി വരുന്നത്. ഇവിടെ വേദങ്ങൾക്ക് ഭേദഗതി വരുത്താൻ വ്യവസ്ഥയില്ല. വേദത്തിൽ പറഞ്ഞുള്ള മന്ത്രങ്ങൾക്ക് എങ്ങനെയാണ് നമ്മൾ ഭേദഗതി വരുത്തുക? കാരണം വേദങ്ങൾ ആര് രചിച്ചു എന്ന് നമുക്ക് പറയാൻ നോക്കില്ല. അവ ദർശിച്ച മഹർഷിമാരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഭരണഘടന നമ്മൾ എഴുതിയുണ്ടാക്കിയതാണ്. അത് എഴുതിയുണ്ടാക്കുമ്പോൾ മനുസ്മൃതിയും യാജ്ഞവൽക്യ സ്മൃതിയുമൊക്കെ അതിൻ്റെ ആധാരഗ്രന്ഥങ്ങളായി സ്വീകരിച്ചിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ച് നമ്മൾ എഴുതിയുണ്ടാക്കിയതിന് നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. വേദങ്ങൾക്ക് മാറ്റം വരുത്താൻ പറ്റില്ല, പക്ഷെ നിയമങ്ങളിൽ മാറ്റം വരുത്താം. അതിന് മനു തന്നെ പറഞ്ഞിട്ടുള്ള പോലെ അതിൻ്റെ പരിഷത്തുകളുണ്ട്. അത് അറിവുള്ള ആളുകളാണ്. വേദങ്ങളും ഉപവേദങ്ങളും അതുപോലെ തന്നെ വേദാംഗങ്ങളും എല്ലാം നിയമവശങ്ങളും എല്ലാം പഠിച്ചിട്ടുള്ള ആളുകൾ കൂടിയിരുന്ന സമൂഹത്തിൻ്റെ ആവശ്യം, മാറിയ കാലത്തിനനുസരിച്ചുള്ള ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഭേദഗതി വരുത്താവുന്നതാണ്. അങ്ങനെ വരുത്തണമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ സ്ഥിതി. അപ്പോൾ ഇത് ആരാണ് എഴുതിണ്ടാക്കിയതെന്നൊക്കെ പറയില്ല. ഭൃഗു ആരാണ് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ മറ്റുള്ളതൊക്കെ ഇങ്ങനെ ആരാണ് എന്നൊക്കെ ഉള്ളത് അതൊക്കെ വെറുതെ ഒരു ചില നിഗമനങ്ങൾ ഓരോരുത്തർ ഉണ്ടാക്കുന്നതാണ് എന്നേ പറയാൻ പ്രവൃത്തിയുള്ളൂ. പിന്നെ അതിൽ വേദങ്ങൾ എന്ന് പറയുമ്പോൾ വേദങ്ങൾ തീർത്തും ദുർഗ്രഹങ്ങളായ കുറേ മന്ത്രങ്ങളല്ല. സാമൂഹ്യമായ കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്, വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്, ജീവകാരുണ്യപരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങൾ വരുന്ന
ഒരു സാഹിത്യരൂപം തന്നെയാണ് വേദം എന്ന് പറയുന്നത്.